പൊയിനാച്ചി മയിലാട്ടിയിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. മയിലാട്ടിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കുക, നിലവിലുള്ള ഡ്രൈനേജ് അടിപ്പാതയായി വിപുലീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. ചില പ്രതികരണങ്ങൾ അവിടെ നിന്നും ലഭ്യമാണ്. പ്രതികരണങ്ങളിലേക്ക് നമുക്ക് വരാം. രതീഷ് വാസുദേവൻ നിരകളുമായിട്ട് തത്സമയം ചേരുന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. എന്താ നിലവിലെ സാഹചര്യം രതീഷ്? സേതു, നമുക്കറിയാം ദേശീയപാതയിൽ പലയിടത്തും ഇത്തരത്തിൽ പ്രാദേശികമായി നാട്ടുകാർക്ക് ദേശീയപാതയിലേക്ക് വാഹനമായി പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമുക്കറിയാം പൊയിനാച്ചിയിൽ മയിലാട്ടി എന്ന ജംഗ്ഷൻ നിരവധി ഉപറോഡുകളിൽ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഈ ദേശീയപാതയിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവിടെ റോഡിൽ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ദേശീയപാതയുടെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ നിരവധി തവണയായി ഈ ദേശീയപാതയിലേക്കുള്ള പ്രവേശനത്തിന് സജ്ജമാകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു തരത്തിലും മറുഭാഗത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജും അതുപോലെ ഈ ഡ്രൈനേജ് ഉണ്ട്, ഡ്രൈനേജ് ഒരു നടപ്പാതയായി മാറ്റണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ദേശീയപാതയിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ആ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ പ്രതിഷേധം കുറേ കാലമായി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ആ പ്രദേശത്തെ നാട്ടുകാരും കുടുംബശ്രീ അംഗങ്ങളും ക്ലബ്ബ് പ്രവർത്തകരും ഒക്കെ കൂടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 7 മണിക്ക് തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ ഒരു തീരുമാനമാകണം, തങ്ങൾക്കൊരു ഉറപ്പ് നൽകണം എന്ന തരത്തിലുള്ള പ്രതിഷേധ ഉപരോധമാണ് നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടും എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. നാട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെയുണ്ട്. എന്നാലും സമാധാനപരമായ ഉപരോധ സമരമാണ് നടത്തുന്നത് നാട്ടുകാരുടെ ആവശ്യം പ്രധാനമായും റോഡിലേക്ക് ദേശീയപാതയിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അടച്ചു കെട്ടിക്കൊണ്ടുള്ള ഈ സംവിധാനത്തിൽ പാടില്ല എന്നാണ് നാട്ടുകാരുടെ സമീപനം. സമരം തുടരുകയാണ്. ശരി, വ്യക്തമാണ്. രതീഷാണ് വിവരങ്ങൾ നൽകിയത്.